നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് സാരീസ് കാണിക്കാം. ഇത് നമ്മുടെ ക്രേപ്പ് ജോർജറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എന്തിനാണ് അത്ര ആക്ഷൻ ഇട്ടതെന്നാണ് ഇവിടെ ആക്ഷൻ കാണിക്കുന്നത്. വെറുതെ ഇട്ടതായിരിക്കട്ടെ. എന്നാ അടിപൊളി സാരിയാണ്. എത്ര ഭംഗിയാണെന്ന് പറഞ്ഞാലും മതി തീരാത്ത എത്ര. ഇതിൻ്റെ ഡൈയിങ് എന്ന് പറയുന്നത് നല്ല ഡീപ്പായിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ആണ്. പീച്ച് ജെറ്റ് ബ്ലാക്കിൽ ഒരു സൈസ് ഡാർക്ക് പീച്ചും കൂടെ അങ്ങോട്ട് അതിൻ്റെ കോമ്പിനേഷൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ സാറേ നല്ല രസം. ബോഡിയൊക്കെ ഉണ്ടല്ലോ നല്ല ഒതുങ്ങി കിടക്കും കേട്ടോ. നമുക്ക് ഇച്ചിരി വണ്ണമുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് നല്ലതാണ്. നല്ല ഒതുങ്ങിയിരിക്കും, നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടുമാണ്. പ്യുവർ ക്രേപ്പ് ജോർജറ്റ് ആണ്. വെറും നമ്മുടെ ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും ബ്ലൗസ്. ബോഡിയിൽ ഇങ്ങനെ പ്യുവർ ക്രേപ്പ് ജോർജറ്റ് ആണ്. നമുക്ക് ക്രേപ്പ് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഇപ്പോൾ കോട്ടൺ ആട്ടെ, സിൽക്ക് ആട്ടെ, ബനാറസി ആട്ടെ, എന്തും ആട്ടെ എല്ലാം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും സെമിയും എല്ലാം ഇറങ്ങുന്നുണ്ട്. ഇത് പ്യുവറാണ്. അല്ലല്ലേ? അടുത്ത കളർ കാണിക്കാം. അത് തന്നെ ഡിസൈൻ വ്യത്യാസപ്പെട്ടേ ഉള്ളൂ കേട്ടോ. ചെറിയ വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള ഡിസൈൻ എടുത്തോ. കണ്ട ഇങ്ങനെ നല്ല ഫങ്ഷൻ വെയർ ആട്ടോ, പാർട്ടി വെയർ ആയിട്ട് എല്ലാവരും എടുക്കുന്ന സാധനമാണ്. ഒതുങ്ങിയൊക്കെ ഇരിക്കും, ഒരു വെറൈറ്റി ആയിട്ടിരിക്കും. നമുക്ക് ബുദ്ധിമുട്ട് സിൽക്ക് ധരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നുമില്ല. മാനേജബിളാണ്. ഭയങ്കര കാണാൻ ഭയങ്കര എടുപ്പായി. കളർ കോമ്പിനേഷൻസ് ഭയങ്കര രസമല്ലേ. ഒരു ഡാർക്ക് പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്, പീച്ചെന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. പീച്ചെന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. പീച്ചിൻ്റെ ഒക്കെ ഒരു ചാമ്പയ്ക്ക പീച്ചിൻ്റെ പല പീച്ചുകളും മിക്സ് ആയിട്ടുള്ള അതിന് ഏത് കളർ എടുത്താലും ഞാൻ പറയുന്നത് ക്രേപ്പ് ജോർജറ്റ് വരുമ്പോൾ ഒരു ബ്ലൂമിങ് ജോർജറ്റ് വരുന്ന പോലെ തന്നെയാണ്. ഡീപ്പ് ആ കളറിൻ്റെ ഡീപ്നെസ് ആണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ബോഡിയെ ഇങ്ങനെ ബൂട്ടാസ് വരും. ബ്ലൗസ് ഇതിനിപ്പോൾ ബോഡി ഇങ്ങനെ അവിടെ ബുട്ടാസും വീതി ബോർഡർ വരും. അപ്പോൾ ബ്ലൗസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ബ്ലൗസ് ഇതുണ്ട്. ഈ ഒരു ബ്ലൗസ് വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അതിൻ്റെ വേറൊരു ഡിസൈൻ. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ ബോഡിയിൽ വരുന്ന ഡിസൈന് ചെറിയൊരു മറ്റേതിൻ്റെ കളറല്ല, ഇച്ചിരി ഒരു കളർ വ്യത്യാസമുണ്ട്. ഇത് മുന്താണിയാണെന്ന് തോന്നുന്നു. കണ്ടോ? ഇങ്ങനെ സ്ക്വയർ ഡിസൈൻ വരും. മറ്റേതിനൊക്കെ ഈ കളർ വേറെ നല്ല സാമ്യതയാണ്. ചെറിയ പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 3 കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഡിസൈൻസ് തമ്മിലും വ്യത്യാസമുണ്ട്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ബോർഡർ, കയ്യെ ബോർഡർ. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ ഈ റെഡിൻ്റെ പല റെഡിഷ് മെറൂൺ, ചില്ലി റെഡ്, ബ്ലഡ് റെഡ്, ഇങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു ക്രേപ്പ് ജോർജറ്റ്. ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈനായിട്ടും ഒക്കെ. ഒത്തിരി ഓഫ്ലൈൻ മീൻസ് ഷോപ്പിലെ ഡയറക്റ്റ് പർച്ചേസ്, ബുക്കിംഗ് കസ്റ്റമേഴ്സ്. ഇനി വേറൊരു കളർ, നല്ലൊരു സഫയർ ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ. ഏതെടുത്താലും നല്ല ഭംഗിയായിട്ട് ഉടുക്കാൻ എന്നെ കുളിക്കാന്നറിയും. ശരീരത്തോട്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസും ഇങ്ങനെ. ഇനിയുണ്ടല്ലോ കുറച്ച് കോട്ടൺ സാരി. ഞാൻ ഒരിക്കലും കാണിക്കാത്തൊരു സാധനമാണ്. എന്നാ കഥയാണെന്നറിയില്ല. ഇവിടെ ഒത്തിരി പേര് കോട്ടൺ കാണിക്കുക. പ്യുവർ കോട്ടൺ സാരി കേട്ടോ. ഡെയിലി യൂസിന് ഓഫീസിൽ പോകുന്നവരൊക്കെ ഒത്തിരി പേര് കോട്ടൺ. പക്ഷെ ഞാനീ കാണിക്കാതെന്നേ പറയുള്ളൂ. പക്ഷെ എത്ര തവണ ഞാൻ പക്ഷേ പറഞ്ഞല്ലേ, കോട്ടൺ ഉടുത്ത് കഴിഞ്ഞിട്ട് അത് നല്ല അങ്ങോട്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗി എന്നാ ഉണ്ടെന്ന് ശരിക്കും പറയാം. ഇതാണ് അതിൻ്റെ ബോഡി കേട്ടോ. ബോഡിയിൽ ഇങ്ങനെ ഒരു ഇതാ വരുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു ഇതാ വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും. ഇടക്കൂടെ പീച്ചും ഗ്രേയും കൂടെ മിക്സായിട്ട് അങ്ങനെ വരും. മുന്താണിയായിട്ട് വരുന്നത് ഈ ഒരു പാർട്ട്. ബ്ലൗസ് സെപ്പറേറ്റഡ് ആണ്. ഇങ്ങനെ ഈ ഒരു പീച്ച് നല്ല രസമായിരിക്കും കേട്ടോ. ഉടുത്ത് നല്ല ഷേപ്പ്, പ്രത്യേകിച്ചും ബോഡി ഷേപ്പ് ഉള്ളവർ ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഒന്നും കൂടെ ഒന്ന് നോക്കിപ്പോകും. നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഇതായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് അതിൻ്റെ
എല്ലാം ഒന്നല്ല കേട്ടോ, എല്ലാം ഡിസൈൻ വ്യത്യാസമുണ്ട് ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ഇത്ത വരുമ്പോൾ ഒരു സൈസ് ചുങ്കിടി പ്രിന്റ് പോലത്തെ വരുന്നത് കണ്ടോ. നമ്മുടെ ബംഗാൾ കോട്ടൺ ഈ വൈൻ കളറും വൈനും പിന്നെ ലെമൺ യെല്ലോയും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇങ്ങനെ ബ്ലൗസ് ഇത് ഒന്നാണി വരുമ്പോൾ ഇങ്ങനെ. ബംഗാൾ കോട്ടൻ്റെ പല ഡിസൈൻസാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ബോഡി ഇങ്ങനെ വരും. ഡെയിലി ഉപയോഗിക്കാൻ നല്ല സാധനങ്ങളാണ്. ഈ ഒരു പാർട്ടാണ് അതിൻ്റെ മുന്താണി കണ്ടോ. ഓടി വരുമ്പോൾ ഇങ്ങനെ ബ്ലൗസ് എന്ത് ചാടി വരുന്നില്ലല്ലോ. ഒരു സാൻഡൽ ഷെയ്ഡ് അങ്ങനെ അതിൻ്റെ ഡാർല, അല്ലെങ്കിൽ ഒരു യെല്ലോ, ലൈറ്റ് യെല്ലോ അങ്ങനെ ഒരു ഷെയ്ഡും പിന്നെ ഒലീവ് ഗ്രീൻ ഷെയ്ഡും ബ്ലൗസ്. പിന്നെ അടുത്തത് ഇപ്പൊ കാണിച്ചില്ലേ, ഇപ്പൊ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് കണ്ടോ. ആ ഒരു കളർ, ആ യെല്ലോവിഷ് ആയിട്ടുള്ള കളറ് ആ ഒലീവ് ഗ്രീൻ്റെ സ്ഥാനത്ത് വയലറ്റ് വന്നു. ഇത് ഇങ്ങനെ കണ്ടോ, നല്ല രസമല്ലേ. അതിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗൺ, ആ ഒരു സാരിയുടെ തന്നെ കോഫി ബ്രൗൺ ഇങ്ങനെ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വാങ്ങിച്ചുള്ള ഒരു കുറച്ച് കുർത്തിയും കൂടെ എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ട്. ജസ്റ്റ് കുർത്തിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് കുർത്തീസ് കേട്ടോ, നല്ല ഹാൻഡ്ലൂം കോട്ടൻ്റെ കുർത്തീസാണ്. ഇത് കണ്ടോ, കയ്യരിങ്ങനെ മറിച്ചും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത പാർട്ടി വെയർ കുർത്തിയാണ്. ഇതിൻ്റെ ഇപ്പോൾ കളറിൻ്റെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ടീൽ ബ്ലൂവിൻ്റെ ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഷെയ്ഡ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പാറ്റേൺ പോലെ കൊടുത്ത് ചെറിയ ബീഡ്സ് വർക്ക് കൊടുത്ത്, ബീഡ്സ് വർക്ക് എന്ന് പറയുന്നില്ല, ചെറിയ ബീഡ്സ് ചെയ്തിരിക്കുക. എന്നിട്ട് ബോട്ടം കൂടിയുണ്ട്. ബോട്ടം ഇപ്പോൾ വരുന്നത് അറിയാമല്ലോ, നമ്മുടെ പ്ലാസോ മോഡലിൽ വരുന്ന ലൂസ് ബോട്ടമാണ്. ഇതിൻ്റെ സൈസും വിലയും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കളർ കറക്റ്റാണോ കിട്ടുന്നത്? ഇനി നമ്മുടെ ഇത് ഈ കുർത്തി പ്രീമിയം കുർത്തീസ് കളക്ഷനിൽ പെട്ടതാണ് ഈ കുർത്തിയൊക്കെ. ഇതെന്നു വെച്ചാൽ നമ്മുടെ പ്യുവർ മൊഡാളാണ്. പ്യുവർ മൊഡാൾ എന്ന് പറഞ്ഞാൽ മൊഡാലിനകത്ത് സെമി വരുന്നുണ്ട്, 80% മൊഡാൾ വരുന്നുണ്ട്. ഇതൊന്നുമല്ല, പ്യുവർ മൊഡാളാണ്. പ്യുവർ മൊഡാളിൽ ഇൻഡിഗോ കളറിൽ നല്ല പാർട്ടി വെയർ ആയിട്ടിടാം. പാട്ട് മാറ്റണോ? പ്യുവർ മോഡലാണ്. ഇതിനകത്ത് ഇത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അപ്പം നമ്മൾ ടസർ സൂക്ഷിക്കുന്ന പോലെ അല്ലെ പ്യുവർ ആയിട്ടുള്ള സിൽക്ക് സൂക്ഷിക്കുന്ന അതേ പരിഗണന ഇതിനും കൊടുക്കണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് പ്യുവറാണ്. ഡ്രൈ വാഷേ പാടുള്ളൂ, പിന്നെ സ്പ്രേ ഒന്നും ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കണ്ടാൽ സിമ്പിളാന്ന് തോന്നുമെങ്കിൽ നല്ല പാർട്ടി വെയറാണ്. ഇങ്ങനെ പ്ലീറ്റഡ് അയണിങ്ങും കൂടെ ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത്തും ഉണ്ട്. ഫ്രോക്കായിട്ട് മാത്രം വേണമെങ്കിലും ഇടാം. ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഉള്ളത്. ഒന്ന് ഈ കളറ്, ഒന്ന് ഈ കളറ്. ഇത് പ്രീമിയം കളക്ഷനിൽ പെട്ടതാണ് കേട്ടോ. പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് കൂടിയിട്ടുള്ള കളക്ഷനിൽ പെട്ടത്. അതായത് പ്യുവർ സിൽക്കാണ്, അതുകൊണ്ടാണ്. മൊഡാൾ സിൽക്ക് തന്നെയല്ലേ. സിൽക്ക് എന്ന് പറയുമ്പോൾ പല സിൽക്കുണ്ട്. ടസർ സിൽക്ക്, മൊഡാൾ സിൽക്ക്, ബനാറസി സിൽക്ക്, മെറൂൺ. നല്ല രസമല്ലേ. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറയുന്നത് 3 എടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഇട്ടുള്ളൂ. ഇനി മൊഡാളിൻ്റെ തന്നെ വേറെ ഒരെണ്ണം കാണിക്കാം. ആ മോഡലല്ല, മോഡൽ വ്യത്യാസമുണ്ട് കണ്ടോ. ഇതും പ്യുവറാണ്, പ്രീമിയം കളക്ഷനാണ്. ഇതിൻ്റെ നെക്ക് കണ്ടോ, നല്ല വൈഡായിട്ടുള്ള ഈ സ്ക്വയർ വന്നിട്ട് ഇങ്ങനെ ഒരു നെക്ക്. ഇതാണ്. ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇതിൻ്റെ തന്നെ ദുപ്പട്ട വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ദുപ്പട്ടയും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടോപ്പ് പൊള്ളിയായിട്ട് വേണമെങ്കിലും, ടോപ്പ് പൊള്ളിയായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ
ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ടയും ചോദിക്കാം. ഇതിന് ചേരുന്ന ബ്ലാക്കോ കാരണം നല്ല ലെങ്തിയാണ് കണ്ടോ, നല്ല ലെങ്തിയാണ്. അപ്പം ഇതിന് ചേരുന്ന ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ഇട്ടാൽ മതി, രാത്രി മോർണിംഗ് ഇട്ടാൽ മതി. ഇത് നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റി വരുന്ന ടോപ്പും ദുപ്പട്ടയും കൂടെ മാത്രമുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി. ഇതിൻ്റെ നല്ല റെഡ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് കാണുന്നതിലും കുറച്ചും കൂടെ ഡീപ്പ് ഡാർക്കാണ്. ബ്ലൂമിങ് ജോർജറ്റാന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഡീപ്പ് ഡാർക്കാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക്. ഇതിൻ്റെ നമുക്ക് റെഡും അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ റെഡില്ല. റെഡ് ക്രിസ്മസ് അല്ലേ, ഇപ്പോഴേ പോയി. അത് അത്രയ്ക്ക് ഭംഗിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചുരിദാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് യൂസ് ചെയ്തേ കേട്ടോ, നല്ല രസമല്ലേ, നല്ല ഒന്നൊന്നരം പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത്. റെഡായിരുന്നു നല്ല രസമായിട്ട് ക്രിസ്മസിന് ഇടാൻ പറ്റും. ഇങ്ങനെ സ്കാലപ്പ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബോട്ടം ഇല്ല, ടോപ്പും ദുപ്പട്ടയും മാത്രം. ക്രിസ്മസ് കളക്ഷൻസ് നമുക്ക് വന്ന് തുടങ്ങിയതാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കേട്ടോ. എ ലൈൻ കുർത്തിയാണ്. ലൈനിങ് ഉണ്ട്, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല. ബാക്കി ഇതിനൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ. കാണിച്ച എല്ലാത്തിനും ലൈനിങ് ഇല്ല. ഇത് നല്ല ഗേജ് കൂടിയ റയോണി ചെയ്തിരിക്കുന്ന കുർത്തി കണ്ടോ. ഇത് കണ്ടോ, എ ലൈൻ കുർത്തിയാണ്. നല്ല ഇത് ഫ്ലയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ലെങ്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ ഫ്ലോർ വർക്ക് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്, ചെയ്ത് ഇതാക്കിയിരിക്കുന്നത്. വേറൊരെണ്ണം ഇതും ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇവിടെ നെക്കയിൽ ഈ ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന കുർത്തി. ഇതും ഒരു വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഒരു ആലിയ മോഡൽ കുർത്തിയാണേ കണ്ടോ. ഇതിൻ്റെ ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് മീൻസ് ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ പോരാ, ഫുൾ സ്ലീവിനെ കഴിഞ്ഞും സ്ലീവ് ഉണ്ട്. സ്ലീവ് ഇവിടെ ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ ചുരുക്കി നമ്മൾ ഇടണം. ഇത് കേട്ടോ ഇങ്ങനെ കിടക്കും. അത് നമ്മളിങ്ങനെ ചുരുക്കി ഇടണം. ഇങ്ങനെ പാർട്ടി വെയർ, പക്ക പാർട്ടി വെയർ കോൺസെപ്റ്റാണ്. ഇങ്ങനെ ഇരിക്കും കുർത്തി കണ്ടോ, ഓഫ് വൈറ്റ്. ഒരു അനാർക്കലി മോഡലാണ് കേട്ടോ, നല്ല രസമല്ലേ. നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കുർത്തീസ് കാണിക്കട്ടെ. ഇതാ കണ്ടോ, കഴിഞ്ഞ ദിവസം കാണിച്ചതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കുർത്തിയാണ്. നമ്മുടെ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളേഴ്സ് റെഡ്, ഗ്രീന്, വൈറ്റ് ആണല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന ഗ്രീൻ അജ്രക്കിൻ്റെ ഒരു ചെറിയ പാച്ച് ചെയ്തിരിക്കുക ഇവിടെ. എന്നിട്ട് അതിന് ചുറ്റും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആലിയ മോഡലല്ല, പ്ലീറ്റഡ് മോഡലാണ്. ഇങ്ങനെ ഫ്രോക്കായിട്ട് വേണമെങ്കിലും ഇടാം. ലൈനിങ് ഇട്ടിട്ടുണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല. കൈയുടെ അറ്റത്തും ഇങ്ങനെ അജ്രക്കിൻ്റെ ഒരു പാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇനി അതിന് റെഡ്, നല്ല ബ്ലഡ് റെഡ് ആണ്, ഡാർക്ക് ബ്ലൂമിങ് ജോർജറ്റായിട്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് റെഡ്. ഇത് കണ്ടോ, ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ആയിട്ട് ക്രിസ്മസ് കുർത്തീസിൻ്റെ നമുക്ക് വന്നു തുടങ്ങി എന്നല്ല, നമുക്കിപ്പോൾ ഇഷ്ടംപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നു തുടങ്ങിയതാണ്. അപ്പം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാം നേരത്തെ അല്ലേ. ഇതാ ഒരു പാർട്ടി വെയർ കുർത്തി, സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ കുർത്തി. നല്ല ഒരു സെമി സിൽക്കിൻ്റെ സോഫ്റ്റ് സിൽക്കിൻ്റെ മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. നമുക്ക് പാർട്ടിക്കൊക്കെ സിമ്പിളായിട്ട് ഇടാനായിട്ട് പറ്റുന്ന കുർത്തി. ഇത് മുഴുവൻ ഹാൻഡ് വർക്ക്, ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കായി ചെയ്തിരിക്കുന്ന വൈറ്റ് ഷെയ്ഡിൽ എന്നാ പറയുന്നത്, ബീഡ്സ്, കട്ട് ബീഡ്സ് വെച്ചിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലിട്ടതാണ്. നമ്മുടെ ബൾക്ക് കോട്ടൻ്റെ 3 പീസ് സെറ്റാണ്. ഭയങ്കര സുഖം കേട്ടോ. ഞാൻ ഈ എടുത്തിടുന്ന മുഴുവൻ അങ്ങനത്തെ മാത്രമല്ല, ഞാൻ ഭംഗിയെ കഴിഞ്ഞ് നോക്കുന്ന സുഖം. ഇങ്ങനെ വന്നിട്ട് ഇതാണ് കുർത്തി. ഇങ്ങനെ ഇത് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിൽ പ്ലീറ്റ്സ്, ഈ 2 സൈഡിലും ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട്, ബാക്കിലും അങ്ങനെ തന്നെ. ഒരു ഫ്രോക്കായിട്ട് വേണമെങ്കിൽ ഇടാം, ചുരിദാർ ഫുൾ സെറ്റായിട്ട് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതിന് ബോട്ടം ഉണ്ട്, ദുപ്പട്ടയുണ്ട്, സെയിം തന്നെ. കോഫി കളറാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ നല്ല മഞ്ഞക്കിളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതേ അടിപൊളി. ഇതും എല്ലാം മൽക്കോട്ടനാണ്, മൽചന്തേരി അല്ല, മൽക്കോട്ടനാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഉണ്ട്, ബോട്ടം നല്ല ലെങ്തി ആയിട്ടുള്ള ഇതുണ്ട്, നല്ല ലെങ്ത്താണ്. നമുക്ക് ഫ്രോക്കായിട്ട് വേണമെങ്കിലും ഇടാം.
ബോട്ട് എങ്ങനെ വേണമെങ്കിലും ഇടാം, പാർട്ടിക്ക് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ കയ്യിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, ഇതൊന്നും പ്രിൻ്റ് അല്ല, എംബ്രോയ്ഡറി വർക്കാണ്. ഇനി അതിൻ്റെ ദുപ്പട്ടയാണ് അതിൻ്റെ നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കാലപ്പ് വർക്ക് കൊടുത്തേക്കുന്നു. വേണ്ട നല്ല സ്കാലപ്പ് വർക്ക് കൊടുത്ത് ബോഡിയിലെല്ലാം ബൂട്ടാസായിട്ട് എംബ്രോയ്ഡറി വർക്കും കൂടെ കൊടുത്തിട്ട് നല്ല മൽക്കോട്ടനാണ്, കൂടിയ മൽക്കോട്ടനാണ്. കൂടിയ ഇത് പ്രീമിയം കളക്ഷനിൽപ്പെട്ട കുർത്തിയാണ് കേട്ടോ. പിന്നെ അടുത്ത കുർത്തി ഞാനിപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തി ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം. ചെറിയ പാർട്ടികൾക്കോ ചെറിയ ഫംഗ്ഷനുകൾക്കോ ഒക്കെ ഇടാം. ഇത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇത് മുഴുവൻ കൊടുത്തിരിക്കുന്നത് പാനൽ കട്ട, ഫുള്ള് പാനൽ കട്ട, മേളിൽ നിന്ന് താഴേക്ക് ഫുള്ള് പാനൽ കട്ട, ബാക്കിലും പാനൽ കട്ട കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് വർക്ക് ഒരു അജ്രക്കിൻ്റെ യോക്ക് ചെയ്തിട്ട് നിറച്ചും ഹാൻഡ് വർക്ക്, കയ്യിലും ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ ദുപ്പട്ടയുണ്ട്, ബ്ലാക്ക് കളറ് ബോട്ടം ഉണ്ട്. ഒരെണ്ണം കൂടെ കാണിക്കാവേ, ഇനി ഒരെണ്ണം കൂടിയല്ല ഇഷ്ടംപോലെ കാണിക്കാറുണ്ട്. അടുത്തത് ഇത് തന്നെ, ഇതുണ്ടല്ലോ നമുക്ക് ഇത് ഡബിൾ ഇതാ. ഒന്നുകിൽ നമുക്ക് ചെറിയ സെമി ഫംഗ്ഷൻ ഇടാം, ഡെയിലി യൂസ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, നമുക്ക് പുറത്ത് ഔട്ടിങ്ങോ അങ്ങനെ ട്രിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇടാം. നല്ല കംഫർട്ടാണ്, മൽക്കോട്ടനാണ് എല്ലാത്തിൻ്റെ സ്റ്റഫ്. ഇങ്ങനെ അംഗ്രക്ക സ്റ്റൈലിൽ നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് കയ്യിലിങ്ങനെ ഒരു ഇതൊക്കെ ചെയ്ത്, കൈ കണ്ടോ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ പ്ലീറ്റ്സ് വന്നിട്ട് ഒരു ക്രോഷ്യോ ലൈസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ചെയ്തിരിക്കുക. താഴോട്ട് പ്ലീറ്റ്സ്, ബാക്കിലും താഴോട്ട് പ്ലീറ്റ്സ്, ഒരു 3-4 മീറ്റർ തുണിയുണ്ട് ഇന്നത്തെ തന്നെ. പിന്നെ ബോട്ടം ഉണ്ട്, സെയിം ബോട്ടം. ഇത് കണ്ടോ സെയിം ബോട്ടം കാണിക്കാൻ ഞാൻ എന്തിനാ ഇപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ബോട്ടെങ്കിലും എല്ലാത്തിൻ്റെയും ബോട്ടത്തിന് മോഡലൊന്നും, അതുകൊണ്ടാണ് എനിക്ക് കാണിക്കുന്നത്. ബാക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ട് പടിയായിട്ടുള്ള ബോട്ടം. ഷോൾ ഇത് കോട്ടൺ ഷോൾ. ഒരു കുർത്തിയും കൂടെ കാണിക്കാം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ്. നല്ല ഇടുപ്പായിരിക്കും ഇട്ടാൽ, നല്ല ഡാർക്ക് ബ്ലാക്ക്, നല്ല പ്യുവർ കോട്ടൻ്റെ സ്റ്റഫാണ്. ചെയ്തിരിക്കുന്ന ഈ എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രസം, ഇട്ടാൽ ഭയങ്കര ഇടുപ്പായിരിക്കും. എനിക്ക് നേരത്തെ ഇതിൻ്റെ ഒരു കുർത്തി ഉണ്ടായിരുന്നു, ഞാൻ ഈ കുർത്തി കണ്ടപ്പോൾ അതാ ഓർത്ത്. എന്നിട്ട് ഇത് തന്നെ ഇവിടം വരുന്ന ഷോളും, ഈ നിറച്ചും ഈ ഡിസൈൻ വരുന്ന ഷോളും ഇപ്രാവശ്യം ഇതിനതില്ല. ഇത് ടോപ്പും ബോട്ടും മാത്രമേ ഉള്ളൂ. എന്താ 3 പീസ് സെറ്റ് ഇപ്പോൾ കാണിച്ചത് മജോറിറ്റിയും 3 പീസ് സെറ്റ് ആട്ടോ. ഞാൻ ബോട്ടം കാണിച്ചിട്ടുണ്ട്, ചിലത് 2 പീസാണ്. ഇത് വരും ഇതിൻ്റെ ബോട്ടം, ഇങ്ങനെ ഫ്രണ്ടും ബാക്കും എലാസ്റ്റിക്, നല്ല ലൂസ് ഇങ്ങനത്തെ ബോട്ടമാണ്. ഇപ്പോഴത്തെ സ്റ്റൈൽ അതാണല്ലോ, ലൂസ് ബോട്ടമായിട്ട് കിടക്കുന്ന ബോട്ടമാണല്ലോ സ്റ്റൈല്. അപ്പോൾ ഇന്ന് അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്